ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സോ നമ്മൾ PYQ സീരീസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററി വളരെയധികം വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണല്ലേ. പല സോഴ്സിൽ നിന്നും PSC ചോദിക്കുന്നതും ഈ കേരള ഹിസ്റ്ററി എന്നാണ്. കേരളത്തിൻ്റെ ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ UPSC റെഫറൻസുകളൊന്നും നമുക്ക് ലഭ്യമല്ല. പക്ഷേ കേരളത്തിൽ ലഭ്യമായതിൽ വെച്ചിട്ട് എല്ലാ സോഴ്സിൽ നിന്നും തപ്പിപ്പിടിച്ച് PSC ഒരു ഏരിയയിലെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇതിൻ്റെ അനുബന്ധ വസ്തുതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അടക്കം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ ഒരു ലെങ്തി വീഡിയോ ആയിരിക്കും. കാരണം എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും LGS തുടങ്ങി ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മളൊരു ഒറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഒറ്റ ഇരിപ്പിൽ ഇത് കണ്ടു തീർക്കണം എന്നില്ല. ബ്രേക്കുകൾ എടുത്ത് കണ്ടു തീർത്താൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആയിരിക്കും. സോ നമുക്ക് നോക്കാം. ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ചോദ്യങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പാറ്റേൺ നോക്കുമ്പോൾ LGS പോലുള്ള എക്സാമുകൾക്ക് ഡയറക്റ്റ് SCRTയിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അധികം കോംപ്ലിക്കേഷൻ ഒന്നും ആയിട്ട് ചോദിക്കുന്നില്ല. പൊതുവേ LDCക്ക് വരുമ്പോൾ നിലവാരത്തിലും ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സിലും വ്യത്യാസമുണ്ട്. ഡിഗ്രിക്ക് വരുമ്പോഴും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. പിന്നെ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായ മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ LGSന് നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും റിപ്പീറ്റഡ്ലി കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കുന്ന ഒരു പോർഷനാണ് കേരള നവോത്ഥാനം. അപ്പോൾ നവോത്ഥാനം, സാമൂഹിക പരിഷ്കർത്താവ്, ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ അത് LGSന് ചോദിക്കുമ്പോൾ അതൊറ്റൊരു ചോദ്യമായിട്ട് ഡയറക്റ്റ് ചോദ്യമായിട്ട് ചോദിക്കുന്നു. LDCക്കും അല്ലെങ്കിൽ അതിന് മുകളിലുള്ള എക്സാമിലോട്ട് വരുമ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് മാറുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ LGSന് പ്രിപ്പയർ ചെയ്യുന്നവരെ LGSൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതിയാവും. LDCക്ക് പോകുന്നവരാണെങ്കിൽ LGSും LDSക്കും നോക്കുകയാണെങ്കിൽ അവർക്കത് ഹെൽപ്ഫുൾ ആവും. ഡിഗ്രിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവലിലോട്ട് വരുമ്പോൾ അതിലൊരു പോയിന്റ് എന്താണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈ പരിഷ്കർത്താവോ അല്ലെങ്കിൽ നവോത്ഥാനത്തെയൊക്കെ കുറിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോസിലും പോലെ തന്നെ സോഴ്സൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകാം. ആദ്യത്തെ ചോദ്യം, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ചോദ്യമാണ്. സമപന്തി ഭോജനം ആരാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്? വൈകുണ്ഠസ്വാമികളാണ് അല്ലേ. ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ A, വൈകുണ്ഠസ്വാമികൾ എന്നുള്ളതാണ്. സോ ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള കുറേ വാക്കുകളുണ്ട് അല്ലേ. സമപന്തി ഭോജനമുണ്ട്, പന്തി ഭോജനമുണ്ട്, മിശ്രഭോജനമുണ്ട്, പ്രീതി ഭോജനമുണ്ട്. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവാറുള്ള ഒരു ഫാക്റ്റാണ് ഇത്. എനിക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പഠിക്കുമ്പോൾ റിലേറ്റഡ് ഫാക്ട്സും കൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പിടിയേരി സമ്പ്രദായം ആരാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ചാവറയച്ചനാണ്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. ഇനി പന്തി ഭോജനം സമം മാറി പന്തി ഭോജനം മാത്രമുള്ളെങ്കിൽ അവിടെ എന്താണ്? അത് തൈക്കാട് അയ്യാണ്. മിശ്രഭോജനമാണെങ്കിൽ സഹോദരൻ അയ്യപ്പൻ. പ്രീതി ഭോജനമാണെങ്കിൽ വാഗ്ഭടാനന്ദൻ. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ സമപന്തി ഭോജനം റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർ റിപ്പീറ്റഡ്ലി വായിക്കുക. കാരണം ചുമ്മാ പഠിച്ചു പോയിട്ട് കാര്യമില്ല അല്ലേ, നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. എനിക്ക് തെറ്റി പോകാറുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞത്. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS എന്നൊക്കെ പറയുന്നത് പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറഞ്ഞാൽ SCRT തന്നെയാണ്. നമുക്കതിലോട്ട് വരാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് സോഴ്സ് നോക്കാം. അപ്പോൾ ഇതൊക്കെ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ LGS ലെവലിന് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ LGSൻ്റെ ചോദ്യങ്ങളും LDC ചോദ്യങ്ങളും ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. വില്ലുവണ്ടി സമരം നടത്തിയത് ഓപ്ഷൻ A, അയ്യങ്കാളിയാണ് അല്ലേ. ഓപ്ഷൻ A, അയ്യങ്കാളി. അടുത്തത് വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് എന്ത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലോട്ട് സിമ്പിളായിട്ട് എത്താനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ വില്ലുവണ്ടി സമരം നയിച്ചത് വൈകുണ്ഠസ്വാമി അല്ല. അതാണ് ഇവിടെ ബന്ധമില്ലാത്തതായിട്ട് വരുന്നത്. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് ബന്ധമുള്ളത്? സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. സമത്വ സമാജം, സമപന്തി ഭോജനം എല്ലാം വെച്ച് തുടങ്ങുന്നതാണ്. ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. അതൊക്കെ വൈകുണ്ഠസ്വാമി. മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാനാർ ലഹളയൊക്കെ നടന്ന സമയത്തുണ്ടായിരുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് വൈകുണ്ഠസ്വാമി എന്നുള്ളത് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം,
AK ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെ. ഇപ്പോൾ കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ, വൈക്കം മുതൽ തിരുവനന്തപുരം വരെ എന്നുള്ളതൊന്നുമല്ല, കണ്ണൂർ മുതൽ മദ്രാസ് വരെ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണെങ്കിൽ അതെന്താണ്? അത് ഏത് ജാഥയാണ്? അത് നമ്മൾ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സവർണ ജാഥയാണ് അല്ലേ? അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം നോക്കാം. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ്. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു. അത് തന്നെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. തിരുവല്ലയിലെ ഇരവിപേരൂരിലാണ് ജനനം. അപ്പോൾ ഇതിലേതൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 2ഉം 3ഉം ആണ് അല്ലേ? യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ്. 2ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാന്നുള്ളത് വേറൊരു ചോദ്യമായിട്ട് കാണാം. തിരുവല്ലയിലെ ഇരവിപേരൂരിൽ ജനിച്ചിട്ടുള്ള കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ആരാന്നുള്ളതും നമുക്കിനി വരും ചോദ്യങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്തത് സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? സ്വാമിത്തോപ്പ് എന്ന സ്ഥലം അയ്യ വൈകുണ്ഠസ്വാമി. ഇപ്പോൾ വൈകുണ്ഠസ്വാമിയെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളായില്ലേ പഠിക്കുന്നു. അപ്പോൾ സ്വാമിത്തോപ്പ് എന്ന സ്ഥലം അയ്യ വൈകുണ്ഠസ്വാമിയുടെ ജന്മസ്ഥലമാണ്. അയ്യ വൈകുണ്ഠസ്വാമിയുടെ ജന്മസ്ഥലമാണ്. എല്ലാവരുടെയും ജന്മസ്ഥലങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ നവോത്ഥാന നേതാക്കന്മാരുടെയും ജന്മസ്ഥലങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് നവോത്ഥാന നായകന്മാരുടെ കൂടെ ഏറ്റവും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന സാമൂഹിക നവോത്ഥാന നായകന്മാരുടെ ജന്മസ്ഥലം കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു തിരുവല്ലയിലെ ഇരവിപേരൂരിൽ ജനിച്ചിട്ടുള്ളത് അല്ലേ? ഇരവിപേരൂരിൽ ജനിച്ചിട്ടുള്ളത് ആരാണ്? അത് പൊയ്കയിൽ യോഹന്നാനാണ്. ഇനി നമ്മളെപ്പോഴും ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ട് പഠിക്കുന്നവരാണ് അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. ശ്രീനാരായണ ഗുരു എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? ചെമ്പഴന്തിയിലാണ്. ഓക്കെ, അങ്ങോട്ടും മാറിപ്പോവരുത്. ബിഗിനേഴ്സ് ആണെങ്കിൽ റിപ്പീറ്റഡ്ലി നോക്കി പഠിക്കുക. അയ്യങ്കാളി എവിടെയാണ്? വെങ്ങാനൂരാണ്. ഇനി ഡോക്ടർ പൽപ്പു എവിടെയാണ്? പേട്ടയാണ്. അപ്പോൾ കൂടുതൽ പേരും തിരുവനന്തപുരംകാരാണ് അല്ലേ? ഡോക്ടർ പൽപ്പു പേട്ടയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ചട്ടമ്പി സ്വാമികൾ റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ള മറ്റൊരു ഇതാണ് ചട്ടമ്പി സ്വാമികൾ എവിടെയാണ്? കണ്ണമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചിട്ടുള്ളത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ എവിടെയാണ്? കൈനകരിയിലാണ് ജനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത് ആരാണ്? സർ CP രാമസ്വാമി അയ്യറാണ് അല്ലേ? അമേരിക്കൻ മോഡൽ. അപ്പം അതിനെതിരെയൊക്കെയാണ് പുന്നപ്ര വയലാർ സമരമൊക്കെ നടക്കുന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നൊരു സ്ലോഗൻ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? 1946 പുന്നപ്ര വയലാർ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സർ CP രാമസ്വാമി അയ്യർ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ LGS ലെവലിലുള്ള ചോദ്യങ്ങളാണ്. എല്ലാം SCRT തന്നെയാണ്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണ്? പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യപ്പള്ളമാണ്. ആര്യപ്പള്ളം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പാലിയം അങ്ങനെ എന്തെങ്കിലും ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ച് പഠിക്കുക. കാരണം ഒരുപാട് ഇങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും നവോത്ഥാനം പഠിക്കുമ്പോൾ കൺഫ്യൂഷനായി പോകും. ആര്യപ്പള്ളം, പാലിയം. ഓക്കെ, അടുത്തത് സമപന്തി ഭോജനം PSCയുടെ ഫേവറേറ്റ് ആണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഐക്യ കേരള പ്രസ്ഥാനം. A ആണ്, ഒറ്റപ്പാലത്താണ് അല്ലേ? ഒറ്റപ്പാലം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് അല്ലേ? ഇപ്പോൾ വൈകുണ്ഠസ്വാമികളെ പറ്റിയിട്ട് ഇപ്പോൾ കുറേ ചോദ്യമായി വരുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചിട്ട് പോകണം. അടുത്തത് ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? VT ഭട്ടതിരിപ്പാടാണോ? അല്ല, പ്രേംജിയാണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. തിരുവിതാംകൂർക്ക് എന്ന ആശയത്തോടു കൂടി
കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? അപ്പം ഇതെല്ലാം ചോദ്യങ്ങളാണ്. ഈ കാണുന്നതെല്ലാം തിരുവിതാംകൂർ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആർക്കാണ് സബ്മിറ്റ് ചെയ്തത്? ശ്രീമൂലം തിരുനാളിനാണ്. എല്ലാം ഓരോരോ ചോദ്യങ്ങളാണ്. ഈഴവ മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, നിവർത്തന പ്രസ്ഥാനം, മലയാളി മെമ്മോറിയൽ. ഇതിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസും ഓരോന്നും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? മലയാളി മെമ്മോറിയൽ ആണല്ലേ. ബാരിസ്റ്റർ GP പിള്ളയുടെയൊക്കെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ സ്ഥാപിക്കുന്നത്, മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത് ശ്രീമൂലം തിരുനാളിനെ. അപ്പോൾ മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്തത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? അപ്പം നമ്മൾ നേരത്തെ പട്നി ജാഥ, സവർണ ജാഥേനൊക്കെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ആരാണ്? അതാരാണ്? കുമാരഗുരുദേവനാണ് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്. ഓക്കെ, സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഇവിടെ വെച്ചാണ് സിമ്പിളായിട്ട് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അല്ലേ. പയ്യന്നൂരിൽ വെച്ചാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. അധസ്ഥിതർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പേരാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരിക. കാരണം അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടുള്ള ആളാണ്. ആരാണ്? അയ്യങ്കാളിയാണ് അല്ലേ. അയ്യങ്കാളി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. കയ്യൂർ സമരം നടന്ന വർഷവും ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി 1941 മാർച്ച് 28 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ നമുക്കിനി ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയല്ലേ. അപ്പോൾ നമുക്കിനി ടെക്സ്റ്റ് ബുക്ക് SCERT ഏതൊക്കെയാണ് ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് വരാം. സോ SCERTയിലെ ഏഴാം ക്ലാസ്സുകാരുടെ പാഠപുസ്തകമാണ് സോഷ്യൽ സയൻസ്. 8ാമത്തെ ചാപ്റ്ററാണ് നവകേരള സൃഷ്ടിക്കായി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒരുപാട് നവോത്ഥാന നായകന്മാരെയൊക്കെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. വൈകുണ്ഠസ്വാമികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ലേ. വൈകുണ്ഠസ്വാമികൾ സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശമില്ലാതായി തീരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചു. ഓക്കെ, അദ്ദേഹം സമപന്തി ഭോജനം, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ചോദ്യം ഇവിടെ കണ്ടല്ലോ, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. കൂടാതെ മേൽമുണ്ട് ധരിക്കൽ, ഈ ഒരു സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടോ. അതേ സ്റ്റേറ്റ്മെൻറ്റ് ശബ്ദമുയർത്തി കോപ്പി പേസ്റ്റ് ആണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളിലൊന്ന്. ഓക്കെ, പിന്നെയും എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പറഞ്ഞു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് ആരാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞതും വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ വേല വെണ്ണീജ ഭരണം എല്ലാം വായിച്ചിട്ടാണെന്ന് ചെറിയ രീതിക്ക്, കാരണം ഒരുപാട് പഠിക്കുമ്പോൾ എസ്പെഷ്യലി ബിഗിനേഴ്സിനാണ് ഇങ്ങനെ തെറ്റി പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി ചട്ടമ്പി സ്വാമികൾ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ കണ്ണമൂല ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വരാറുണ്ട്. തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് ജനിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം എതിർത്തത്? അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം പ്രധാന കൃതികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകും. അപ്പോൾ ഒരുപാട് പേര് നവോത്ഥാന നായകന്മാർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആരെന്താണ് പറഞ്ഞത് എന്നുള്ളത് ആലോചിച്ച് വെക്കണം. ചട്ടമ്പി സ്വാമികളാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകും. ചട്ടമ്പി എന്ന് കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ ആണെങ്കിൽ ചട്ടമ്പി എന്നുള്ളത് ചെറിയൊരു നെഗറ്റീവ് സെൻസിൽ ഇപ്പോൾ പറയാം, വലിയ ചട്ടമ്പിയാന്നുള്ള ലെവലിൽ. ഇപ്പോൾ പണ്ട് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഭയങ്കര ഉഷാറായിട്ടുണ്ടായിരുന്ന ക്ലാസ്സിൽ വളരെ ടോപ്പറായ നല്ലൊരു വ്യക്തി എന്ന രീതിയിലാണ് ചട്ടമ്പി എന്നുള്ളൊരു പേര് ചട്ടമ്പി സ്വാമികൾക്ക് വീഴുന്നത്. ഇനി യഥാർത്ഥ പേര് എന്താണ്? അയ്യപ്പൻ എന്നാണ്. അതും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. PYQ ആണ്. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല, അതുകൊണ്ടാണ് ചട്ടമ്പി എന്ന വാക്ക് വരുന്നത്. എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. അങ്ങനെയാണ് ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അത് ഇനി ശ്രീനാരായണ ഗുരു ഇമ്പോർട്ടൻ്റ്. അദ്ദേഹം പറഞ്ഞ ഓരോരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറി മാറി ചോദിക്കാറുണ്ട്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം, മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. അപ്പോൾ നേരത്തെ വിദ്യ കണ്ടു അല്ലേ, വിദ്യവും വിത്തവും
ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകും. വിദ്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനിയും നമ്മൾ കോഡ്സ് കാണും. അപ്പോൾ കൺഫ്യൂഷൻ ആവാണ്ട് എന്തെങ്കിലും കണക്ഷൻസ് ഒക്കെ വെച്ചിട്ട് പഠിക്കണേ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തമാകുക. SNDP എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക് സ്ഥാപിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാം. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യ വിവാഹവും പന്തി ഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സൂചനകൾ. വാദിക്കാനും ജയിക്കുവാനുമുള്ള ആലുവ സമ്മേളനം, സർവമത സമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലേ. അതിൻ്റെ പറയുന്നുണ്ട് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ളതൊക്കെ. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. അപ്പോൾ ഒരുപാട് കോഡ്സും കൂടെ ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി. കണ്ണമൂലയിൽ ആരാണ് ജനിച്ചിട്ടുള്ളത്? കണ്ണമൂലയിൽ ജനിച്ചിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ മാറിപ്പോവരുത്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മളൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതൊരു റിവിഷനും കൂടെ ആയിട്ട് കമ്പൈൻ ആയിട്ടാണ് നമ്മൾ PYQ ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അധസ്ഥ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണിത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അയ്യങ്കാളി ഇതിൽ ചോദിച്ച ചോദ്യമാണ് അല്ലേ. 1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ച വ്യക്തിയാണ് അയ്യങ്കാളി. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. സംഘടനയാണ് സാധുജന പരിപാലന സംഘം. എനിക്ക് ഇനീഷ്യലി ഈ SNDP സാധുജന പരിപാലന സംഘവും ഇനീഷ്യലി മാറിപ്പോവായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മാറിപ്പോവരുതേ. ഞാൻ പെട്ടെന്ന് സാധുജന പരിപാലന സംഘം SNDPയുടെ ഫുൾ ഫോം ആണ് എന്നങ്ങ് കരുതി തുടക്കകാലങ്ങളിൽ ഞാൻ കയറി ശ്രീനാരായണ ഗുരു ആൻസർ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്സുകൾ ആരും വരുത്തരുത്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വില്ലുവണ്ടി യാത്ര. വില്ലുവണ്ടി യാത്ര 1893 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ് വില്ലുവണ്ടി യാത്ര. കല്ലുമാല സമരം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 1915 അല്ലേ കല്ലുമാല സമരം. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. അപ്പോൾ അത് വലിച്ചെറിയാൻ ആഹ്വാനം ചെയ്യുന്നതാണ്. ഇനി വീണ്ടും ഒരുപാട് കോഡ്സ്, അപ്പോൾ കോഡ്സൊക്കെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സ്വദേശാഭിമാനി എന്നൊരു പത്രത്തിൻ്റെ ഓണർ ഇദ്ദേഹമാണ്, തുടങ്ങിയത് ഇദ്ദേഹമാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നമുക്ക് പഠിക്കാനുള്ള നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ്. പക്ഷേ സ്വദേശാഭിമാനി എന്ന പത്രം തുടങ്ങിയത് ആരാണ്? അത് ഇദ്ദേഹമാണ്. അപ്പോൾ ബിഗിനേഴ്സ് തെറ്റിക്കരുത്. എന്തൊക്കെയാണ് സമ്പന്നർക്ക് വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് കൂടുതൽ പേരും ഇങ്ങനെ കോഡ്സൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവാണ്ട് ഏതൊക്കെയാണ് ആരാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങളുടേതായ രീതിയിൽ പൊട്ട കോഡുകളായാലും നല്ല കോഡുകളായാലും വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം എന്നുള്ളത്. അങ്ങനെ സാമൂഹികമായി പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള, അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ഇവിടെ? മുസ്ലിം ഐക്യ സംഘടനത്തിൻ്റെ പ്രവർത്തനങ്ങളായി സഹകരിച്ചു. 1910 കണ്ടുകെട്ടി. അതിനെക്കുറിച്ചിട്ടൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇനി പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഗ്രി ലെവലിനുള്ളവരും ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. ഓക്കെ, അപ്പോൾ ഡിഗ്രി ലെവലിൻ്റെ ബേസ് എന്താണ്? SCERT ടെക്സ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ എസ്പെഷ്യലി നവോത്ഥാനാണ്. ബാക്കിയുള്ളത് ഡിഗ്രി ലെവലിൽ വരുമ്പോൾ പല രീതിയിൽ കേരള ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട്. പക്ഷേ നവോത്ഥാനമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ ജനിച്ച സ്ഥലങ്ങളും അതുപോലെ സമപന്തി ഭോജനം, അങ്ങനെ പന്തി ഭോജനം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും പിന്നെ പട്ടിണി ജാഥ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഗ്രി ലെവലിനും LDCക്കും LGSനൊക്കെ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. യുദ്ധവിരുദ്ധ ജാഥ ശ്രീകുമാര ഗുരുദേവൻ്റെ നേതൃത്വത്തിൽ. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ ഉള്ളത് കേരള ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ കൂടുതൽ വായിക്കുന്നില്ല. യെസ്, ബാക്ക് ടു ക്വസ്റ്റ്യൻസ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, കുമാര ഗുരുദേവനാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറഞ്ഞാലും കുമാര ഗുരുദേവൻ എന്നൊക്കെ പറഞ്ഞാലും ഒരേ ആളാണല്ലേ. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരളത്തിലെ ഏതാണ്? തിരുവിതാംകൂർ സർവകലാശാലയാണ്. 1937 തിരുവിതാംകൂർ സർവകലാശാല. പിന്നീട് അത് കേരള സർവകലാശാലയായിട്ട് മാറുന്നുണ്ട്. അടുത്തത് കേരള ഗാന്ധി. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരള
ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. അടുത്ത ചോദ്യം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സമയം വൈകാണ്ട് പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോവാം. ഏതാണ് ഇതിൻ്റെ ആൻസർ? ഏതാണ്? ചട്ടമ്പി സ്വാമികളാണ് അല്ലേ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ബായാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, പാർവതി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട്. അപ്പോൾ അവളാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് എന്നാണ്. കാരണം നമുക്ക് ഒരുപാട് ലക്ഷ്മി ബായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പഠിക്കാണ്ടല്ലേ. തിരുവിതാംകൂറിൽ ഭരണം നയിച്ച ആൾക്കാരൊക്കെ പഠിക്കാനുണ്ട്. പുത്രൻ തിരുനാൾ, ചിത്തിര തിരുനാൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മെന്നും ഉണ്ട് വുമണും ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് പാർവതി. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പാർവതിയാന്നുള്ള രീതിയിലാണ് പഠിച്ചേക്കണേ. അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് അങ്ങനെ പേരുകളുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴായാലും ഏത് ഫാക്റ്റ് പഠിക്കുമ്പോഴായാലും അങ്ങനത്തെ കണക്ഷൻസൊക്കെ വെച്ചാൽ ഒരുപാട് ഫാക്ട്സ് പഠിക്കണമുണ്ട്, നമുക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, സവർണ ജാഥയെ പറ്റി പറഞ്ഞു, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാന്ന് പറഞ്ഞു. ആരാണ്? മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ്. ഗുരുവായൂർ സത്യാഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു വോളണ്ടിയർ ക്യാപ്റ്റൻ? ഗുരുവായൂർ സത്യാഗ്രഹം 1931 വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ 1924-25 സമയത്താണ്. വൈക്കവും ഗുരുവായൂരും ഇതുപോലെ ഞാൻ മിസ്റ്റേക്ക് വരുത്താറുള്ള ഒരു ഏരിയ ആണ്. ചോദ്യം എന്താണെന്ന് നോക്കിയിട്ട് ഏകദേശം സിമിലറൊക്കെ ആയതുകൊണ്ട് വൈക്കവും ഗുരുവായൂരും എനിക്ക് മാറിപ്പോവാറുണ്ട്. തെറ്റിക്കരുത്, ചോദ്യത്തിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്, AK ഗോപാലനാണ്. അടുത്ത ചോദ്യം, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞല്ലേ, വൈക്കം സത്യാഗ്രഹം നടന്നത് ഓപ്ഷൻ എ ആണ്, 1924 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? മരക്കാർ 1, 2, 3, 4. ആരാണ്? മരക്കാർ മൂന്നാമനാണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ SCRTയിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഫാക്റ്റാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ എന്നുള്ളതാണ് ആൻസർ. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത്, സമത്വ സമാജം ആരാണ് സ്ഥാപിച്ചത്? വൈകുണ്ഠസ്വാമികളാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്തത്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളും ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല ഇതൊക്കെ ഗുരുവിൻ്റെ കൃതികളാണ്. ജാതിക്കുമ്മി അദ്ദേഹത്തിൻ്റെ കൃതിയല്ല. അതാരുടെ കൃതിയാണെന്ന് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യണേ. അടുത്തത്, പ്രൈമറി വിദ്യാഭ്യാസം. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ബായാണ്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം ആരാണ് എഴുതിയത്? സർദാർ KM പണിക്കറാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട്ട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിലാണ്? മലയാളിയാണോ? മലയാളിയല്ല. ഇനി ഇന്ത്യക്കാരിയാണോ? ഇന്ത്യക്കാരിയല്ല, ഒരു വിദേശ വനിതയാണല്ലേ. ഓക്കെ, അപ്പോൾ ആരാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ആനി ബസന്റ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ജില്ലാ കോൺഗ്രസ് 1916, 17, 18 അങ്ങനെ വർഷങ്ങളിലൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ വെന്യൂസ് നമുക്ക് പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ 1916 നടന്നിട്ടുള്ളത് പാലക്കാട് വെച്ചിട്ടാണ്. അതിൻ്റെ അധ്യക്ഷ എന്ന് പറയുന്നത് ആനി ബസന്റ് ആണ്, നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ കോഴിക്കോട് വെച്ചാണ്. 1917, തൊട്ടടുത്ത വർഷം സർ CP രാമസ്വാമി അയ്യർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അമേരിക്കൻ മോഡൽ ഭരണമൊക്കെ തിരുവിതാംകൂറിൽ വരുത്താനായിട്ട് ശ്രമിച്ച സർ CP രാമസ്വാമി അയ്യരാണ് കോഴിക്കോട് 1917 രണ്ടാം മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. മൂന്നാമത്തേത്
തലശ്ശേരി 1918. തൊട്ടടുത്ത വർഷം മിർ ആനന്ദ് അലി ഖാൻ ബഹദൂർ. നാലാമത്തെ വടകര 1919. കെ പി രാമൻ മേനോൻ. അഞ്ചാമത്തത് മഞ്ചേരി. രസമുണ്ടല്ലോ. അഞ്ചാമത്തത് മഞ്ചേരി 1920. കസ്തൂരിരംഗ അയ്യങ്കാർ. അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, 2, 3 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഇപ്പോൾ മാത്സ് ഫോളോയിങ് ആയിട്ടും പല രീതിയിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം ഒരു ഓർഡർ ആലോചിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് ആദ്യം താഴ്ന്ന് മലബാറിലാണല്ലോ. അപ്പോൾ മലബാറിലത്തെ ഉള്ളതിൽ താഴെ പാലക്കാട് നിന്ന് തുടങ്ങി. പാലക്കാട് നിന്ന് പിന്നെ കോഴിക്കോട്ട് പോയി. കോഴിക്കോട് നിന്ന് തലശ്ശേരി എത്തി. അപ്പോൾ തല വരെ എത്തിയല്ലോ. തല എത്തിക്കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരിക. പിന്നെ വടകര, പിന്നെ താഴോട്ട് മഞ്ചേരി. അങ്ങനെയാണ് ഞാൻ പഠിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെയാണ് ഓർഡർ. ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, നാലാമത്തേത്, അഞ്ചാമത്തേത് എന്നുള്ള വെന്യൂ. ഓക്കെ. അപ്പം മലബാറിൻ്റെ തന്നെ ഉള്ളതിൽ താഴെയുള്ള പാലക്കാട് വെച്ചിട്ടാണ് 1916 ആദ്യത്തെ. ആലോചിച്ച് വയ്ക്കുക. ഇനി ഓരോന്നിൻ്റെ അധ്യക്ഷൻ. ആദ്യത്തെ ആനി ബസന്റ്, രണ്ടാമത്തെ സർ CP രാമസ്വാമി അയ്യർ, മൂന്നാമത്തെ മിർ ആനന്ദ് അലി ഖാൻ ബഹദൂർ, നാലാമത്തെ KP രാമൻ മേനോൻ, അഞ്ചാമത്തെ കസ്തൂരിരംഗ അയ്യങ്കാർ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്. PRDS ഇമ്പോർട്ടൻ്റ് ആണ്. കുമാര ഗുരുദേവൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആയിരുന്നു. ഇപ്പോഴും അല്ലേ, നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിട്ടും ഇപ്പോഴും ഒരേ ഒരു മലയാളിയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത് C. ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ എന്നുള്ളതാണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം സമത്വ സമാജം. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽ പ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം. മേൽമുണ്ട് സമരം എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. ചാനാർ ലഹള. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭി പത്രത്തിൻ്റെ സ്ഥാപകൻ. അപ്പോൾ ഇതാണ് സ്വദേശാഭിമാനം. കേൾക്കുമ്പോൾ തന്നെ ആദ്യത്തെ A ആയിട്ടും കൊടുത്തേക്കുന്നത് രാമകൃഷ്ണപിള്ളയുടെ പേരാണ്. അപ്പോൾ അതിൽ ചാടിക്കയറി ആ ഒരു ട്രാപ്പിൽ വീഴരുത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ് വൈകുണ്ഠസ്വാമിയുടെ രചന? അരുൾനൂൽ എന്തായാലും വൈകുണ്ഠസ്വാമിയുടെ രചനയാണ്. 4 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്കത് മാത്രം അറിഞ്ഞാലും നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിൽ? അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LDC ലെവലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു പടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ്? ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക. ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക. അപ്പം ഇതിൻ്റെയൊക്കെ സോഴ്സിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ കേരള ഹിസ്റ്ററി സോഴ്സ് തപ്പിയെടുക്കാൻ ഞാൻ കുറച്ചധികം പാടുപെട്ടു. നമുക്ക് സോഴ്സ് എന്ന് വെച്ചാൽ മലയാളത്തിലായതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സെർച്ച് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ മലയാളത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ ആയാലും മലയാളത്തിൽ സെർച്ച് ചെയ്യണതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം കാര്യങ്ങൾ തന്നെ പല ഇതിലും പറയുന്നുണ്ട്. ഇപ്പം ഈ സെയിം കാര്യങ്ങൾ തന്നെ നമുക്ക് കേരള ഹിസ്റ്ററി ശ്രീധരമേനോൻ്റെ പുസ്തകത്തിൽ കാണാം, PSC ബുള്ളറ്റിനിൽ കാണാനായിട്ട് പറ്റും, ഇനി +1 ടെക്സ്റ്റ് ബുക്കിലും കാണാനായിട്ട് പറ്റും. പലതിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് സോഴ്സിനെ പറ്റിയിട്ട് പറയാം. ഓക്കെ. ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ, അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്തില്ലായിരുന്നു, ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക. അപ്പോൾ 2 മാത്രം എന്നുള്ളതാണ്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഓപ്ഷൻ B ആണ്. അപ്പോൾ ഓരോ നവോത്ഥാന നായകന്മാരും അവരുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള സംഘടനയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റും മാത്സ് ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ്. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? മലബാർ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായി ഏത് ഉടമ്പടി വഴിയാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി വഴിയാണ് അല്ലേ, നമ്മൾ പഠിക്കുന്നതാണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പോൾ ഒന്നാമത്തെ കറക്റ്റാണ്. കാനിങ് പ്രഭുവിൻ്റെ തീരുമാനമനുസരിച്ച്. ആ സമയത്ത് കാനിങ് പ്രഭു ആയിരുന്നോ? കാനിങ് പ്രഭു ഏതു സമയത്താണ്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, 1857 റിവോൾട്ട് നടക്കുമ്പോഴും 1858 ഭരണം ക്യൂൻസ് പ്രൊക്ലമേഷൻ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ കാനിങ് പ്രഭുവിൻ്റെ പേര് കേൾക്കുന്നതാണ്. അതുകൊണ്ട് ആ കാനിങ് പ്രഭുവിന് ആ ഒരു സമയത്ത് എന്തായാലും പ്രയോറിറ്റി ഇല്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്കറിയാവുന്ന ഫാക്ട്സ് വെച്ചിട്ട് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തെടുക്കാം.
മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന്. അതും കറക്റ്റാണ് അല്ലേ. മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്നിട്ടാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാവുന്നത്. അപ്പോൾ ശരിയായ വസ്തുതകൾ ഏതാണ്? 1ഉം 3ഉം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ, കെട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജയാണ് അല്ലേ. പേര് തന്നെ പൈച്ചിരാജ, കെട്ടിയോട്ട് രാജ, പഴശ്ശിരാജ, കേരള സിംഹം. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷനാണ് അല്ലേ. ഹണ്ടർ ശ്രീകൃഷ്ണ കമ്മീഷൻ, കോത്താരി കമ്മീഷനൊന്നുമല്ല. കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്, ലോഗൻ കമ്മീഷനാണ്. കമ്മീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ. തരിസാപ്പിള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ, തിരുവടികൾ. ഇതൊക്കെ റയറായിട്ട് ചോദിക്കാറുള്ള ഫാക്റ്റാണ്. നമുക്ക് സോഴ്സ് ഡിസ്കസ് ചെയ്യാം, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? സംഭവം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് അല്ലേ. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അടുത്ത ചോദ്യം, രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടട്ടാണ്. 1847 അല്ലേ. രാജ്യസമാചാരം ഹെർമൻ ഗുണ്ടട്ടാണ്. അടുത്തത്, തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് 1946 നടന്ന പുന്നപ്ര വയലാർ സമരം തന്നെ ആണ്. അടുത്തത്, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി നമ്മൾ നേരത്തെ പറഞ്ഞു, ശ്രീരംഗപട്ടണം ഉടമ്പടി. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് VT പട്ടത്തിരിപ്പാടാണ്. മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. മലയാളി മെമ്മോറിയൽ ഏത് വർഷമാണ്? 1891. അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമൻ നമ്പി. അടുത്തത്, കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞു, റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്, പ്രത്യക്ഷ രക്ഷാ ദേവസഭ. കിഴായൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ഡോക്ടർ KB മേനോൻ. KB മേനോൻ എന്നുള്ള പേരിൽ തന്നെ ഉണ്ട് അല്ലേ. കിഴായൂർ ബോംബ്, KB മേനോൻ. അപ്പോൾ ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കേരളത്തിൽ നടക്കുന്നതാണ്. ആ ഒരു സമയത്താണെന്നുള്ളതും ആലോചിച്ച് വയ്ക്കുക. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ് അല്ലേ. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി പ്രാചീന മലയാളം. ചട്ടമ്പി ആയിട്ടുള്ള വ്യക്തിയാണ്, സ്വാമിയാണ് പ്രാചീന മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള കൃതി എഴുതിയേക്കുന്നത്. കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാണ്? 1809. വേലുത്തമ്പി ദളവയാണ് അല്ലേ കുണ്ടറ വിളംബരം നടത്തുന്നത് 1809. കല്ലുമാര സമരം അയ്യങ്കാളി. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നു, ശ്രീരംഗപട്ടണം ഉടമ്പടി. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭൻ. ഇപ്പോൾ ഇടയ്ക്ക് കയറി വന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് LGSൻ്റെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് LDC ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അഗെയിൻ കുറച്ച് സ്റ്റാൻഡേർഡ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ കുറച്ച് LGS ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് 1810 അകനാനൂറ് പുറനാനൂറ് ചിലപ്പതികാരം. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പോലും ഈ ഒരു ഏരിയ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ചരിത്ര സ്രോതസ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ തന്നെ തെറ്റിപ്പോവാണ്, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 1810 ഇതിൻ്റെ ആൻസർ. ഇനി 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലി ചരിത്രമാണ്. ഒരു വംശത്തെ കുറ്റി പറയുന്നതാണെന്നുള്ളൊരു ക്ലൂ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഏതാണ്? മൂഷക വംശ മഹാകാവ്യം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആൻസറിലോട്ട് എത്താം. 2 ഓൺലി 2 എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സ് നോക്കാൻ സമയമായി. സോ എങ്ങനെയാണ് സമഗ്ര എന്ന ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് പിന്നെയും ഡൗട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് പിന്നെ എടുത്ത് കാണിക്കുന്നത്. ഇതാണ് സമഗ്ര, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ കേരള. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മലയാളം മീഡിയം സെലക്ട് ചെയ്തിട്ട് ക്ലാസ് നമുക്കിപ്പോൾ ഈ കേരള ഹിസ്റ്ററിയുടെ വരുന്നത് 12ാം ക്ലാസ് ആണ്. 12ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്കിലാണ് നമുക്കിത് വരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് 12 സെലക്ട് ചെയ്യുക, സബ്ജക്റ്റ് ഹിസ്റ്ററി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ കുറേ വോള്യൂംസ് ആയിട്ട് കാണാം. ഇതിൽ അവസാനം
നാലാമത്തെ ഭാഗം 4 കേരള ചരിത്രത്തിലെ തിരഞ്ഞെടുത്ത പ്രമേയങ്ങൾ. ഈ ഒരു പുസ്തകമാണ് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത്. സോ നമുക്കത് നോക്കാം. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ LDC ലെവലിൽ ചോദ്യങ്ങളുടെയൊക്കെ ഉറവിടം നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ സോഴ്സ് പല സ്ഥലത്തായിട്ടുണ്ട്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ വാസ്റ്റാണ്. അപ്പോൾ SCRTയിലും NCRTയിലുള്ള ഫാക്ട്സ് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. ബാക്കി ഇപ്പോൾ പറഞ്ഞ മാതിരി ശ്രീധര മേനോൻ്റെ ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ തന്നെ PSC ബുള്ളറ്റിനിലൊക്കെ ഈ ഫാക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിലില്ലാത്ത ഫാക്ട്സ് അതിലെവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് NCRT ടെക്സ്റ്റ് ഒക്കെ പ്രിഫർ ചെയ്യായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ മൂഷകവംശകാവ്യം അല്ലേ, മൂഷകവംശകാവ്യം കണ്ണൂർ ജില്ലയിലെ ഏഴിമല മൂഷകവംശ പരമ്പരയെക്കുറിച്ച് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഒരു അർദ്ധചരിത്ര ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂഷകവംശകാവ്യത്തെക്കുറിച്ച് ഇനി മറ്റൊരു ചോദ്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്, ഇതാരാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. മറ്റൊരു ചോദ്യം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, അതുലനാണ് CE 11-ാം നൂറ്റാണ്ടിൽ ഇത് രചിച്ചത്, മൂഷകവംശം പോലെയുള്ള സംസ്കൃത കൃതികൾ. ഓക്കെ, അപ്പോൾ ഇവിടെ മൂഷകവംശ കാവ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇതിലെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ മറ്റ് പല ഫാക്ട്സും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടും കണ്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റും, തരിസാപ്പള്ളി ശാസനത്തെയൊക്കെ കുറിച്ചിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ, പട്ടണം എക്സ്കവേഷനൊക്കെ കുറിച്ചിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മണിമേഖല, അങ്ങനത്തെ സോഴ്സസ് ഉണ്ടല്ലോ, കേരള ഹിസ്റ്ററിയുടെ സോഴ്സസിനെയൊക്കെ പറ്റി, കുറച്ച് ബുക്സിനെയൊക്കെ പറ്റി ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പട്ടണം എക്സ്കവേഷൻസ്, പട്ടണം പര്യവേഷണം ഈ ഒരു അടുത്ത് നടന്ന 2024 നടന്ന ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രം സെലക്ട് ചെയ്ത് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ ശ്രീധര മേനോൻ്റെ ടെക്സ്റ്റ് ബുക്കിലും കേരള ചരിത്രത്തിലത്തെ സ്രോതസ്സുകൾ എവിടെയാണെന്നുള്ളതിന് സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ ഉണ്ട്, ഒരുപാട് ഫാക്ട്സ് ഉണ്ട്. സോ അത് വായിക്കേണ്ടവർക്ക് അതും വായിക്കാം. ഓക്കെ, ഇനി നമുക്കിപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാര്യങ്ങളും കുറേയൊക്കെ ഈ ഒരു പുസ്തകത്തിൽ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ മാർത്താണ്ഡവർമ്മയുടെ ഭരണ സംവിധാനത്തിലുണ്ടായ സ്പ്ലിറ്റിനൊക്കെ കുറിച്ചിട്ടല്ലേ, എങ്ങനെയായിരുന്നു ഭരിക്കാനുള്ള സൗകര്യത്തിനെ ആ ഒരു സ്ഥലത്തെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 1729 മാർത്താണ്ഡവർമ്മയുടെ, എന്നിട്ട് ഇവിടെ ദേവസ്വം ബ്രഹ്മസ്വം അതിനെക്കുറിച്ചിട്ടൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ദേവസ്വം ബ്രഹ്മസ്വം പണ്ടാരവക എന്നിവയെ ഭൂമിയെ തിരിച്ചു. അപ്പോൾ ഇതിൽ 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനിൽ 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 4ാമത്തെ പേര് ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അത് നമുക്ക് ശ്രീധര മേനോൻ്റെ ടെക്സ്റ്റ് ബുക്കിലും PSC ബുള്ളറ്റിനിലൊക്കെ അങ്ങനെ ഒരു 4 സ്പ്ലിറ്റായിട്ട് 4ആയിട്ട് തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ കോവിലകത്തും വാതുക്കൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ശക്തൻ തമ്പുരാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്, മാർത്താണ്ഡവർമ്മ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്നൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചു. ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം പ്രവർത്തിക്കാരുടെ കീഴിലുണ്ടായിരുന്ന ഗ്രാമങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ആരെക്കുറിച്ചിട്ടാണ് പറയുന്നത്, മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച അതേ നയങ്ങൾ ഈ പ്രഭുക്കന്മാർക്കെതിരെ ശക്തൻ തമ്പുരാനും സ്വീകരിച്ചു. എന്നിട്ട് ശക്തൻ തമ്പുരാൻ എന്തൊക്കെയാണ് സ്വീകരിച്ചതെന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ കോവിലകത്തും വാതുക്കൽ, മണ്ഡപത്തും വാതുക്കലൊക്കെ കൺഫ്യൂഷൻ ആവരുത്. ഏത് രാജാവാണ് സ്വീകരിച്ച നടപടി എന്നുള്ളത് കൺഫ്യൂഷൻ ആയിട്ടുള്ള രീതിയിൽ PSC ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കൈക്കൊണ്ട ഭരണപരിഷ്കാരങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഇപ്പോൾ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ് ഈ മണ്ഡപത്തും വാതുക്കലിനൊക്കെ കുറിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. 20 മണ്ഡപത്തും വാതുക്കലായി വിഭജിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണിത്, റവന്യൂ ഘടകങ്ങളായി വിഭജിച്ചു. പ്രവർത്തിക്കാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗ്രാമമായിരുന്നു ഏറ്റവും താഴെയുള്ള ഭരണഘടകം. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുക്കൽ. അപ്പോൾ അതുപോലെ പതിവ് കണക്ക് എന്ന പേരിൽ ഒരു ബഡ്ജറ്റിന് ആഹ്വാനം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ, നികുതി ഇളവ് ഒക്കെ നൽകിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം, ഇവിടെ കാണാനായിട്ട് പറ്റും, തൃശ്ശൂർ പൂരം ആരംഭിച്ചു. അപ്പോൾ അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. മൈസൂർ ആക്രമണങ്ങളെക്കുറിച്ചും ശ്രീരംഗപട്ടണം ഉടമ്പടിയെക്കുറിച്ചൊക്കെ ഇവിടെയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം വായിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി, അതുപോലെ എന്നാണ് ഓരോ കൊച്ചിയും തിരുവിതാംകൂറൊക്കെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നോർമലി പഠിക്കാറുള്ള ഓരോരോ കലാപത്തെക്കുറിച്ചിട്ടും പിന്നെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ കമ്പാരിസണും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പുസ്തകത്തിൽ ബെഞ്ചമിൻ ബെയ്ലി, ഹെർമൻ ഗുണ്ടട്ട് ഇവരുടെയൊക്കെ പുസ്തകങ്ങളെക്കുറിച്ച്, വ്യാകരണ ഗ്രന്ഥം അല്ലെങ്കിൽ ഡിക്ഷണറിനൊക്കെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട്.
പാർവതിബായി 1817 വിദ്യാഭ്യാസത്തിനുള്ള ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷനുള്ള പ്രൊക്ലമേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ ഗൗരി പാർവതിബായി. അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയത് ആരായിരുന്നു? സ്വാതി തിരുനാളാണ്. അപ്പം അതിനെക്കുറിച്ചും ഇനി സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് ചിത്തിര തിരുനാളാണ്. അപ്പോൾ അതിന് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഴശ്ശി കലാപങ്ങളെയൊക്കെ കുറിച്ചിട്ടും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുസ്തകം വായിച്ചിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് അല്ലേ വൈകുണ്ഠസ്വാമികൾ, അവരുടെ പ്രസ്ഥാനം, പ്രസിദ്ധീകരണങ്ങൾ എന്തൊക്കെയാണ്, ദക്ഷിണേന്ത്യൻ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇതൊക്കെ വളരെ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്യണതായിട്ട് കാണാം. അയ്യാവഴി എന്നറിയപ്പെട്ടു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു. പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവദശകം, ദർശനമാല, ശിവദശകം, നവമഞ്ജരി. പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ചട്ടമ്പി സ്വാമികളും അദ്ദേഹത്തിൻ്റെ കൃതികളും, അതുപോലെ തന്നെ അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ബടാനന്ദൻ. ഇതൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൽ. മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറച്ചൻ. ഇതിലെ നാലഗമങ്ങൾ, ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ ഒക്കെ ഓപ്ഷനിൽ ഒരു ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വീട്ടി ഭട്ടതിരിപ്പാട്, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, എന്തൊക്കെയാണ് അവരുടെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്നുള്ളതൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ടി.കെ. മാധവൻ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം ഒക്കെ കുറിച്ചിട്ട് ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ അടുത്ത ചോദ്യം നോക്കാം. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921 എന്നുള്ളത് കറക്റ്റാണ്. പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ, അറബിക്കടലിൽ 1946, അതും കറക്റ്റാണ്. സവർണ ജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ. അപ്പോൾ അവിടെ തെറ്റാണല്ലേ, അതാണ് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും മാറിപ്പോവരുത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്താണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടന്നിട്ടുള്ളത്. സോ ഇവിടെ തെറ്റാണ്. ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ ബലരാമവർമ്മ കൊച്ചി മഹാരാജാവല്ല, തിരുവിതാംകൂർ മഹാരാജാവാണ്. സോ 3ഉം 4ഉം ഇവിടെ തെറ്റായിട്ടുള്ളതാണ്. ഓൺലി 3 and 4 ആണ്. പരസ്പര ബന്ധമില്ലാത്തത് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബന്ധമുള്ളതാണെങ്കിൽ ആൻസർ മാറിപ്പോയി, അങ്ങനെയുള്ള മിസ്റ്റേക്ക് വരുത്താണ്ടിരിക്കുക. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? പത്തനംതിട്ടയിലെ ഇരവിപേരൂരിൽ ജനനം, കറക്റ്റാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു, അതും കറക്റ്റാണ്. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു, ഇല്ല, അവിടെ തെറ്റാണ്. ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏത് മാത്രമാണ് മിസ്റ്റേക്ക് ആയിട്ടുള്ളത്? യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫാക്റ്റ് അറിയാത്തവർ പഠിച്ചു വയ്ക്കുക. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ, ശ്രീമൂലം പ്രജാസഭയിൽ, കാരണം കൊച്ചി പ്രജാസഭയൊക്കെ ആയിട്ട് കൺഫ്യൂഷൻ ആവരുത്. ശ്രീമൂലം പ്രജാസഭയിൽ, അദ്ദേഹത്തിൻ്റെ വീട് പത്തനംതിട്ടയിലാണല്ലോ, അപ്പോൾ കുറച്ചും കൂടി സദേൺ സൈഡിലാണല്ലോ. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിൽ 1921 31 അംഗമായ നവോത്ഥാന നേതാവാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. അപ്പോൾ ഇതിലെ തെറ്റെന്ന് പറയുന്നത് 3 മാത്രം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ശരിയായ ജോഡി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂഷക വംശകാവ്യം അതുലൻ എന്നുള്ളത് കറക്റ്റാണ്. തുഫത്തുൽ മുജാഹിദ്ദീൻ ആരാണ്? സൈനുദ്ദീൻ എഴുതിയതാണ് അല്ലേ, ഇത് തെറ്റാണ്. കേരള പഴമ ഹെർമൻ ഗുണ്ട്രട്ട് എന്നുള്ളത് കറക്റ്റാണ്. കേരള സിംഹം CV രാമൻ പിള്ള എന്നുള്ളത് കറക്റ്റാണോ? അല്ല, കേരള സിംഹം നമ്മൾ പറഞ്ഞു നേരത്തെ സർദാർ KM പണിക്കരാണ് അല്ലേ. അപ്പോൾ ഇവിടെ ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു കോളം കണ്ടല്ലോ +1 ടെക്സ്റ്റ് ബുക്കിൽ, അതിലുള്ള ഫാക്ട്സ് ആണെല്ലാം. തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കി, കറക്റ്റാണ്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു, അതും കറക്റ്റാണ്. രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ റവന്യൂ യൂണിറ്റുകളായി തരംതിരിച്ചു. അപ്പോൾ അതാണ് കോവിലകത്തും വാതുക്കൽ ശക്തൻ തമ്പുരാനാണ്, അത് കൊച്ചിയിലാണ്. മണ്ഡപത്തും വാതുക്കലാണ് തിരുവിതാംകൂർ. ഓക്കെ, അപ്പോൾ അത് മിസ്റ്റേക്കാണ്. ബന്ധമില്ലാത്തതാണ് തിരഞ്ഞെടുത്തെഴുതുക. അപ്പം 3ാമത്തെ ബന്ധമില്ല. തിരുവിതാംകൂറിൻ്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു, അതും കറക്റ്റാണ്. അപ്പോൾ ഇതിൽ 3 മാത്രമാണ്, ഇവിടെ 3 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എ വിഭാഗത്തിന് യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്നും മാച്ചാക്കുക. വൈകുണ്ഠസ്വാമികൾ ഏതാണ്? സമത്വ സമാജമാണല്ലേ. എ എന്ന് പറയുന്നത് 3 ആണ്. അയ്യങ്കാളി ഏതാണ്? സാധുജന പരിപാലന യോഗമാണ്. വാഗ്ബടാനന്ദൻ ഏതാണ്? ആത്മവിദ്യാ സംഘമാണ്. VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്?
അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത്? ആദ്യത്തേത് ഏതാണ്? ഇതൊക്കെ 1795 വെല്ലുത്തമ്പിയുടെ ആണെങ്കിൽ 1806, 9 ആ ഒരു സമയത്തൊക്കെയാണ്. കുറിച്യ കലാപം 1812 ഒക്കെയാണ്. ആറ്റിങ്ങൽ കലാപമാണ് 1721 നടന്നേക്കുന്നത്. സോ ഇതാണ് ആദ്യം നടന്നിട്ടുള്ള കലാപം. താഴെ പറയുന്നവയിൽ തെറ്റായ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം കറക്റ്റാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ കറക്റ്റാണ്. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഏതാണ് തെറ്റ്? 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, കാലഗണന ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്തി എഴുതുക. കയ്യൂർ സമരം 1941, നിവർത്തന പ്രക്ഷോഭം 32, പുന്നപ്ര വയലാർ സമരം 46, പൂക്കോട്ടൂർ യുദ്ധം 1920-21 സമയത്ത് മലബാർ കലാപവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം നടന്നിട്ടുള്ളതിൻ്റെ ഓർഡറിൽ എഴുതാൻ പറഞ്ഞ ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ? പൂക്കോട്ടൂർ യുദ്ധമാണ് ആദ്യം നടന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്. അതിനുശേഷമാണ് നിവർത്തന പ്രക്ഷോഭം, അതിനുശേഷം കയ്യൂര്, അതിനുശേഷം പുന്നപ്ര വയലാർ സമരം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാ? സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചു എന്നുള്ളത് കറക്റ്റാണ്. പുനലൂർ തൂക്കുപാലം അതും ആയില്യം തിരുനാളിൻ്റെ സമയത്ത് നടന്നിട്ടുള്ളതാണ്. കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു, അതും കറക്റ്റാണ്. അപ്പോൾ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഇവിടെ ഓപ്ഷൻ സി ആണ്. കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു എന്നുള്ളതാണ്. 1904 ഈ സംഭവം നടക്കുന്നത്. അടുത്തത്, കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ആത്മവിദ്യാസംഘം ആരാണ്? വാഗ്ബടാനന്ദനാണ് അല്ലേ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹന്നാനാണ്. സോ ഇത് രണ്ടും ഏലിയാസ് ചാവറയച്ചനെ സംബന്ധിച്ച് തെറ്റാണ്. എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഫനേജസ് കറക്റ്റാണ്. പ്രിന്റ് മീഡിയ, ഇത് രണ്ടും കറക്റ്റാണ്. സോ 3, 4 ഇവിടെ ശരിയായിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ ഡിഗ്രി ലെവലിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് എവിടെയാണെന്നാണ് പറയുന്നത്? ഓപ്ഷൻ ബി ചെർപ്പുളശ്ശേരി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? ദാക്ഷായിനി വേലായുധനും അമ്മു സ്വാമിനാഥനും ആനി മസ്ക്രീനും ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത് അക്കാമ ചെറിയാനാണ്. അടുത്ത ചോദ്യം, 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ഏതാണ്? കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി 1663 ഡച്ചുകാർ ആണ്. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ പോരാട്ടത്തിൻ്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ് ആരാണ്? ടി.കെ. മാധവനാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗെസ് ചെയ്യായിരിക്കും കുറച്ചും കൂടെ ഈസി. കാരണം ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. PSC ബുള്ളറ്റിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കും എതിരെ നമുക്കറിയാം ടി.കെ. മാധവൻ കാക്കിനട സമ്മേളനത്തിൽ, കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ ഫാക്റ്റ് അറിയാമെങ്കിൽ ഈ ഫാക്റ്റ് അറിയില്ലെങ്കിലും നമുക്ക് ആൻസർ ഒരു 50-50 ചാൻസ് എടുക്കാം. ഓക്കെ, കാരണം ഹിസ്റ്ററി വാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പരിമിതികളുണ്ട്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സംഭവങ്ങളുടെ ശരിയായ കാലക്രമം ഏതാണ്? കുറിച്യ കലാപം, കുണ്ടറ വിളംബരം, പഴശ്ശി കലാപം, മലബാർ കലാപം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഓർഡർ ഏതാണ്? ആദ്യത്തെ ഏതാണ് നടന്നിട്ടുള്ളത്? ആദ്യം നടന്നിട്ടുള്ളത് പഴശ്ശി കലാപമാണ് അല്ലേ? ഇതിൽ നടന്നിട്ടുള്ളത് പഴശ്ശി കലാപമാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ഓർഡറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, KPCCയുടെ 4ാം പ്രവിശ്യ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1930 ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച പൂർണ്ണ സ്വരാജ് പ്രമേയം അത് പ്രതീക്ഷിച്ചിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് KPCCയുടെ 4ാം പ്രവിശ്യ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയും ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് വയനാടിനെയും അവിടുത്തെ ജനങ്ങളെയും പ്രമേയമാക്കിയിട്ടുള്ള നോവലുകൾ കണ്ടെത്തുക. ഡിഗ്രി ലെവൽ വരുമ്പോൾ സ്റ്റാൻഡേർഡ് വളരെയധികം വ്യത്യാസമുണ്ട്. ഇതിൽ ആദ്യത്തെ 3 വയനാടിനെ സംബന്ധിച്ച് പറയുന്നതാണ്. സോ ഇവിടെ 1, 2, 3 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഉറൂബിൻ്റെ ഉമ്മാച്ചുവിലും പി വത്സലയുടെ നെല്ലിലും KJ ബേബിയുടെ മാവേലി മൺട്രം എന്ന് പറയുന്നതിലൊക്കെ വയനാട് പ്രമേയമാക്കിയിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? നളാഗമങ്ങൾ നമ്മളിപ്പോൾ കണ്ടല്ലോ. നളാഗമങ്ങൾ ആരുടെയാണ്? അത് ചാവറയച്ചൻ്റെയാണ് അല്ലേ? അപ്പോൾ അവിടെ തെറ്റാണ്. അദ്വൈത പഞ്ചാരം അത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്, നാരായണ ഗുരുവിൻ്റെ അല്ല. ക്രിസ്തുമത നിരൂപണം ചട്ടമ്പി സ്വാമികളാണ്. ജാതിക്കുമ്മി പണ്ഡിറ്റ് KP കറുപ്പനാണ്. നമ്മൾ നേരത്തെ കമൻറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ 3, 4 ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള മാച്ചായിട്ടുള്ളത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ്? അയ്യ വൈകുണ്ഠ സ്വാമികൾ വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് ടു മേക്ക് മിറർ കോൺസിക്രേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. നമ്മൾ കണ്ടു, NCERTയിൽ വായിച്ച ഫാക്റ്റാണ്. വാഗ്ഭടാനന്ദ വാസ് ദി ഓദർ ഓഫ് സമത്വ സമാജം. അത് തെറ്റാണ് അല്ലേ? ഫൗണ്ടർ ഓഫ് സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സോ ഇതാണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ തൈക്കാട് അയ്യ ഫൗണ്ടഡ് ശൈവ പ്രകാശ സഭ അറ്റ് ട്രിവാൻഡ്രം. ഈ ഫാക്റ്റുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക, എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കുര്യാക്കോസ് ചാവറ എസ്റ്റാബ്ലിഷ്ഡ് എ സാൻസ്ക്രിറ്റ് സ്കൂൾ അറ്റ് മാന്നാനം ഇൻ കോട്ടയം. ഇതൊക്കെ കറക്റ്റാണ്. ഇനി ഓപ്ഷൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. ഡിഗ്രി പ്രിലിമിനറിക്ക് പഠിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് ഈ ക്വസ്റ്റ്യൻസൊക്കെ നോക്കി വയ്ക്കുക. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും ആഡംബിമാരും അവരെ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. കറക്റ്റാണ്. രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്വം വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്ന് തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നമുക്ക് ശ്രീധര മേനോൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഫാക്ട്സാണ്. അതേ ഫാക്ട്സാണ്. ബാക്കി സെയിം ഫാക്ട്സ്, എല്ലാ ഫാക്ട്സുമുള്ള ബാക്കി സോഴ്സ് കണ്ടിട്ടില്ല. പല ഫാക്ട്സുകളും പല പുസ്തകങ്ങളിലും ഉണ്ട്. എല്ലാ ഫാക്ട്സും ഒരുമിച്ച് കാണാനായിട്ട് പറ്റിയത് ശ്രീധര മേനോൻ്റെ ടെക്സ്റ്റ് ബുക്കിലാണ്. 1, 2, 3, 4 ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു ഭാഗം ഇമേജ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ സൈഡിൽ എഡിറ്റ് ചെയ്യാം. അടുത്തത്, കേരളത്തിൻ്റെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി. 4ാമത്തെ ഈ കോൺഗ്രസിൻ്റെ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷത വഹിച്ചത്. പയ്യന്നൂരിൽ വെച്ചാണ് നടന്നത്. എല്ലാം ഫാക്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കേളപ്പൻ്റെ അധ്യക്ഷതയിൽ 47 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യ കേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. ഇതും ശരിയാണ്. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. ഇതും ശരിയാണ്. 56 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തിരുവിതാംകൂറിലെ 4 തെക്കൻ താലൂക്കുകളായ തോവള, അഗതീശ്വരം, കൽക്കുളം, ഇളവൻകോട് എന്നിവ കേരള സംസ്ഥാനം ഉൾപ്പെടുത്തി എന്നുള്ളതല്ല, അത് ഉൾപ്പെടുത്തിയിട്ടില്ല. സോ ഇത് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 1, 2, 3 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാ ഫാക്ട്സും അറിഞ്ഞിരിക്കണമെന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. SCERT NCERTയിലുള്ള ഫാക്ട്സുകൾ തറവാക്കിയാൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഡിഗ്രി ലെവൽ കുറച്ചും കൂടെ വാസ്റ്റായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും, കാരണം ഈ ഒരു ഫാക്റ്റ് നമുക്ക് SCERTയിൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു ഫാക്റ്റ് അറിഞ്ഞാൽ, ഇത് തെറ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് ഒരുമാതിരിയൊക്കെ എത്താനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു സോഴ്സ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള SCERT ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് വരാം. സോ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സുകാരുടെ ടെക്സ്റ്റ് ബുക്ക് സാമൂഹ്യശാസ്ത്രം 1 കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ് ഈ ഐക്യ കേരള സമ്മേളനത്തെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. ഐക്യ കേരളത്തിലേക്ക്. ഓക്കെ, 1921 ഏപ്രിലിൽ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനമായിരുന്നു. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന T പ്രകാശമായിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1928 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ്. അപ്പോൾ വർഷമൊക്കെ ഇല്ലെങ്കിലും ഒരുമാതിരി ഫാക്ട്സൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും ഇതിനെക്കുറിച്ചിട്ടുള്ള പ്രമേയം പാസ്സാക്കി. തുടർന്ന് 49 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു.
ഓക്കെ, ഇവിടെ പറയുന്ന ഫാക്ട്സ് ആണ്. ഇവിടെ നമുക്ക് കാണാം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. ഇപ്പോൾ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹൊസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. LDC മെയിൻസിന് പഠിക്കുന്നവരും ഡിഗ്രി ലെവലിന് പ്രിപ്പയർ ചെയ്യുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. കാരണം ഹൊസ്ദുർഗ്, കാസർഗോഡ് കേരളത്തിന് ലഭിച്ചത് 2 ഈസിയാണല്ലേ, 2 എനിക്ക് തോന്നുന്നു ഹൊസ്ദുർഗ് നമ്മൾ സിനിമയിൽ കാണുന്നതാണ്. കുഞ്ചാക്കോ ബോബൻ്റെ സിനിമ എന്നാത്താൻ കേസ് കൊടുല്ലേ, അതിൽ ഈ ഹൊസ്ദുർഗ് താലൂക്കാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു കോടതിയിൽ ഈ പേരൊക്കെ കണ്ട പോലെ ഞാൻ ഓർക്കുന്നുണ്ട്. അത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ അത് നമുക്ക് അങ്ങനെ കേരളത്തിൻ്റെ ഭാഗമാണ്, കാസർഗോഡ് കേരളത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഹൊസ്ദുർഗ് താലൂക്കും കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. 2 കൂട്ടിച്ചേർക്കപ്പെട്ടത് പഠിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ വിട്ടുകൊടുത്തതാണ്. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. ഓക്കെ, ഈ ഫാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ SCRTയിലെ ഫാക്റ്റൊക്കെ നമുക്ക് അറിഞ്ഞാലും എലിമിനേഷനൊക്കെ വഴി കുറേയൊക്കെ നമുക്ക് ആൻസറിലോട്ട് എത്താം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വയ്ക്കുക. ഡിഗ്രി ലെവലിലോട്ട് വരുമ്പോൾ നമുക്ക് പ്രിലിമിനറിക്ക് 10 മാർക്കിന് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. LDCക്ക് വരുമ്പോൾ നമുക്ക് 5 മാർക്കിനാണ്. അതുകൊണ്ട് ഒരുപാട് സമയം, അതായത് കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും എല്ലാം ചേർത്തിട്ട് 5 മാർക്കിനാണ്. അതുകൊണ്ട് നമ്മൾ സെലക്റ്റീവായിട്ട് പഠിക്കണം. മെയിൻ എക്സാം ആയതുകൊണ്ട് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ സെലക്റ്റീവായിട്ട് പഠിക്കണം. 10 മാർക്ക് ഉള്ളത് കൊണ്ട് പ്രിലിമിനറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് സോഴ്സ് അല്ല, കൃത്യമായിട്ടുള്ള സോഴ്സ് മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ചോദ്യം, ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി ചേരുംപടി ചേർക്കുക. കോഡിൻ്റെ സഹായത്തോടെ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതും നമുക്ക് അറിയാവുന്ന ഫാക്ട്സ് വെച്ചിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഹെർമൻ കൊണ്ടിട്ട് നമുക്കറിയാം കേരള പഴമ അല്ലേ. A എന്നുള്ളത് 3 അത് തന്നെ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ C ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്താം. സൈനുദ്ദീൻ മഖ്ദൂമാണ്. സൈനുദ്ദീൻ എന്നൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ, മലയാളത്തിൽ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവണ്ട. നമ്മളെപ്പോഴും സൈനുദ്ദീൻ മഖ്ദൂം എന്നാണ് പഠിക്കണം അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് തുഫത്തുൽ മുജാഹുദ്ദീൻ. ഓക്കെ, B ആണ് 4. ലുഡോവിക്കോടി വാർത്തമ, എന്താണ് കറക്റ്റാണ് പ്രൊണൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. ലുഡോവിക്കോടി വാർത്തമ, ഈ ഒരു ഫാക്റ്റ് ഞാൻ കണ്ടിട്ടുള്ളത് ശ്രീധരമേനോൻ്റെ ടെക്സ്റ്റ് ബുക്കിലാണ്. അദ്ദേഹമാണ് യാത്രാ വിവരണം എഴുതിയേക്കുന്നത്. ഇബ്നു ബത്തുത്ത റിബ്ല എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം അല്ലേ. അപ്പോൾ നമുക്കറിയാവുന്ന ഫാക്റ്റ് വെച്ച് മാച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. താഴെ പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളെ പരിഗണിക്കുക. ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപു, കുമാരനാശാൻ, TK മാധവൻ. മുകളിൽ പറഞ്ഞവരിൽ ആരാണ് SNDP യോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സോ ഇത് എല്ലാവരും ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് അല്ലേ, പല സ്റ്റേജസിലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് എല്ലാം. സോ ഓപ്ഷൻ മുകളിലുള്ള എല്ലാം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുള്ളത് PSC ബുള്ളറ്റിനിലാണ്. അപ്പോൾ നമുക്ക് ഈ PSC ബുള്ളറ്റിനിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്തിട്ട് വരാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധവൻ അല്ലേ, TK മാധവൻ ഗാന്ധിജിയെ സന്ദർശിച്ച ആരാണ് 1922 ഗാന്ധിജിയെ സന്ദർശിച്ചിട്ട് അനുകൂലമായൊരു സന്ദേശം സമ്പാദിച്ചു എന്നുള്ളത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. TK മാധവൻ 1922 ഗാന്ധിജിയെ സന്ദർശിച്ച് അനുകൂലമായ ഒരു സന്ദേശം സമ്പാദിച്ചു എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ സാമൂഹിക മതപരിഷ്കാര പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ PSC ബുള്ളറ്റിൻ്റെ സ്പെഷ്യൽ എഡിഷനിൽ ഇവിടെ നമുക്ക് SNDP യോഗത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട്, അത് ഒരുപാട് ഫാക്ട്സ് ഉണ്ട്, നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത്രയധികം കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. പക്ഷേ ഡിഗ്രി ലെവലിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എലിമിനേഷന് പിന്നെ നമുക്ക് അറിയാവുന്ന ഫാക്ട്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, പിന്നെ ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സും കൂടെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഡോക്ടർ പൽപു, കുമാരനാശാൻ, CV കുഞ്ഞിരാമൻ, R ശങ്കർ, TK മാധവൻ, VK വേലായുധൻ തുടങ്ങിയവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം. അപ്പോൾ ഇത് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് ഡോക്ടർ പൽപ്പും കുമാരനാശാനും ശ്രീനാരായണ ഗുരു ആണെങ്കിൽ TK മാധവനാണ് അല്ലേ ഈ ഒരു ഇതിനെ ചോദിച്ചിട്ടേക്കുന്നത്. അതുപോലെ നമുക്ക് ഇനി വേറൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ R ശങ്കറിൻ്റെ പേരൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെ മുഖപത്രം ഏതാണ്, പ്രസിഡന്റുമാർ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, PSC ബുള്ളറ്റിനാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്.
അടുത്ത ചോദ്യം ഇതും ഡിഗ്രി ലെവലിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഫാക്ട്സും ചോദിക്കാറുണ്ട്. ഓക്കെ, എല്ലാം ടഫ് ആണെന്നുള്ളതല്ല. ഓക്കെ, സിമ്പിളായിട്ടുള്ളതും ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ തന്നെ മാത്രമാണ് അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ചെയ്യുമ്പോൾ എനിക്കറിയില്ല ഇത് എത്ര ടൈം എടുക്കുന്നുണ്ടെന്ന്. എന്തായാലും ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് എടുത്തിട്ടായാലും കണ്ട് തീർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ഒരു വീഡിയോയുടെ എഫേർട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓൾസോ നമ്മൾ എടുക്കുന്ന ഇതിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള PDF ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യും. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അവിടെ കയറിയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ടെലഗ്രാമിൽ നമ്മൾ ഈ ഇതിൻ്റെ കമ്പൈൻഡ് PDF ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ PYQ സീരീസ് ഒരുപാട് സബ്ജക്റ്റിൻ്റെ ചെയ്തിട്ടുണ്ട്. എല്ലാം യൂസ്ഫുൾ ആണെന്ന് ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. സോ നിങ്ങളുടെ റിവിഷനൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ റിലേറ്റഡ് ഫാക്ട്സും സോഴ്സും ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. കാണാത്തവരെ പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും കാണാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം, വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയ വർഷം 1498 ആണല്ലേ. അടുത്തത് ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. അടുത്തത് കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ആരാണ്? ശ്രീനാരായണ ഗുരുവാണല്ലേ. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. ലിസ്റ്റ് 1 സഹായത്തോടെ ലിസ്റ്റ് 2 ചേർക്കുക. ശരിയായ ഉത്തരം. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത് അല്ലേ? ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലാണ് എന്ത്? ഈഴവ മെമ്മോറിയൽ. A ആണ് 2. ഇനി ബാരിസ്റ്റർ GP പിള്ള എന്താണ്? മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂർക്ക് മലയാളി മെമ്മോറിയൽ ആണ്. അടുത്തത് വൈകുണ്ഠസ്വാമികൾ ഏതാണ്? പന്തി ഭോജനം. അപ്പോൾ ഇതിലുള്ളതിൽ മാച്ച് ആയിട്ടുള്ളതാണ് നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പന്തി ഭോജനം നമ്മൾ തൈക്കാട് ആണ് ഒഫീഷ്യലി പഠിക്കുന്നതെങ്കിലും പലപ്പോഴും നമുക്ക് ഓപ്ഷനിൽ വൈകുണ്ഠസ്വാമികൾക്ക് നേരെയും സമ മാറ്റിയിട്ട് വെറും പന്തി ഭോജനവും തരാറുണ്ട്. അപ്പോൾ എന്താണോ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് അതിനനുസരിച്ചിട്ട് ആൻസർ ചൂസ് ചെയ്യുക. ഓക്കെ, സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ D ആണല്ലേ. ഓപ്ഷൻ D ആണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം വീണ്ടും ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സി വി രാമൻപിള്ളയുടെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം ഏതാണ്? CV രാമൻപിള്ളയാണ് രാമ രാജബഹദൂർ എഴുതിയിരിക്കുന്നത് അല്ലേ. സോ A എന്നുള്ളത് 2 ആണ്. അടുത്തത് ഒയ്യാരത്ത് ചന്തുമേനോൻ. ചന്തുമേനോൻ നമുക്കറിയാം ഇന്ദുലേഖ. ഇന്ദുലേഖ. സോ B 4. ഇനി പി ശങ്കുണ്ണിമേനോൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് ഇത് ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിൽ എന്നുള്ളതാണോ? അതല്ല, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്നുള്ളതാണ്. പി ശങ്കുണ്ണിമേനോൻ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതറിയാത്തവർ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പി ശങ്കുണ്ണിമേനോൻ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ. ഇളംകുളം കുഞ്ഞൻപിള്ള ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിൽ എഴുതിയേക്കുന്നത് ഇളംകുളം കുഞ്ഞൻപിള്ള. അപ്പോൾ ഇതിൽ അറിയാത്ത ഫാക്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചു പോവുക. ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നത്. With reference to the reign of മാർത്താണ്ഡവർമ്മ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഭരണകാലത്തെക്കുറിച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായി മാർത്താണ്ഡവർമ്മയെ കണക്കാക്കുന്നു. ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത്. തെറ്റാണല്ലേ. നമ്മൾ ടെക്സ്റ്റിൽ NCERTയിൽ കണ്ടതാണ്. ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത്. മാർത്താണ്ഡവർമ്മയുടെ പ്രധാന കർമ്മങ്ങളിൽ ഒന്നാണ് തൃപ്പടിദാനം. അതും കറക്റ്റാണ്. ഏതാണ് ശരി? ഇവിടെ 1, 3 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. സോ ഇതിൻ്റെ ആൻസർ 1, 3 എന്നുള്ളതാണ് ആൻസർ. ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ കമ്പയർ ചെയ്തപ്പോൾ മിസ്സായിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് യൂറോപ്യൻ കോൺട്രിബ്യൂഷൻസ് ഇൻ കേരള? യൂറോപ്യൻ സംഭാവനകളെക്കുറിച്ച് ഏതാണ് ശരി? കേരളത്തിൽ പോർച്ചുഗീസ് അച്ചടിശാല സ്ഥാപിച്ചു. അത് കറക്റ്റാണോ? അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മലയാളത്തിൽ വന്നിറങ്ങിയ ആദ്യത്തെ കേരളത്തിൽ വന്നിറങ്ങിയ ആദ്യത്തെ യൂറോപ്യന്മാർ ബ്രിട്ടീഷുകാരാണോ? അല്ല. വാസ്കോഡ ഗാമ കാലുകുത്തുന്നതോട് കൂടിയിട്ടാണ് അല്ലേ ആദ്യമായിട്ട് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ യൂറോപ്യൻ ശക്തികൾ വരുന്നത്. പോർച്ചുഗീസാണ്. സോ അത് തെറ്റാണ്. മലയാള വ്യാകരണത്തിലെ ആദ്യത്തെ ആധികാരിക ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മലബാർ മാനുവൽ വാൻഡ്രീഡ് ആണ്. മലബാർ മാനുവൽ ആരാണ്? വില്യം ലോഗൻ ആണ് അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. 1, 3 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ C ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്.
അടുത്ത ചോദ്യം ആർ കറക്റ്റ് അബൌട്ട് അയ്യ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നു. ഫസ്റ്റ് ടു സ്റ്റാർട്ട് മിറർ കോൺസിക്രേഷൻ ഇൻ സൗത്ത് ഇന്ത്യ, കണ്ണാടി പ്രതിഷ്ഠ കറക്റ്റാണ്. ഹി ഓർഗനൈസ് ദ കല്ലുമാല അജിറ്റേഷൻ, അല്ലേ കല്ലുമാല അജിറ്റേഷൻ അയ്യങ്കാളിയാണ്. ഹി സ്റ്റുഡ് ഫോർ ഓപ്പണിംഗ് അപ്പ് പബ്ലിക് റോഡ്സ് ഫോർ ദ ലോവർ കാസ്റ്റ്, അങ്ങനെ ഒരു സംഭവം വൈകുണ്ഠസ്വാമികൾ മുന്നോട്ട് വെച്ചിട്ടില്ല. ഹി ഓർഗനൈസ്ഡ് ലേബർ സ്ട്രൈക്ക് എന്നുള്ളതൊക്കെ വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ളതല്ല. സോ ഇവിടെ ഏതാണ് കറക്റ്റ്? ഓൺലി 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് പണ്ഡിറ്റ് KP കറുപ്പൻ? പ്രത്യക്ഷ രക്ഷ ദൈവസഭ തെറ്റാണ്. സമത്വ സമാജം അതും തെറ്റാണ്. യോഗക്ഷേമ സഭ അതും തെറ്റാണ്. ആര്യ സമാജം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആര്യ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അപ്പോൾ ഓൺലി 4 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ഫോളോയിങ് സോഷ്യൽ റിഫോമേഴ്സിനെ കൺസിഡർ ചെയ്യുക, എന്നിട്ട് ഹു ആർ ആക്റ്റീവ്ലി അസോസിയേറ്റഡ് വിത്ത് SNDP യോഗം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ കാണാത്തതിൻ്റെ ബാക്കി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അയ്യാവു സ്വാമികൾ, സഹോദരൻ K അയ്യപ്പൻ, R ശങ്കർ, നിത്യ ചൈതന്യ യതി. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് SNDPയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അയ്യാവു സ്വാമികൾ തൈക്കാട് അയ്യയ്ക്ക് SNDPയുമായിട്ട് ബന്ധമൊന്നുമില്ല. സഹോദരൻ K അയ്യപ്പൻ, R ശങ്കർ, നിത്യ ചൈതന്യ യതി. അപ്പോൾ ഇവർക്ക് 3 പേർക്കുമാണ് ബന്ധമുള്ളത്. അപ്പോൾ 2, 3, 4 എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ശ്രീ ചിത്തിര തിരുനാളുമായി താഴെ പറയുന്നവയിൽ ഏതാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സൗജന്യവും സാർവത്രികവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം നടപ്പിലാക്കി എന്നുള്ളത് ശരിയാണ്. അപ്പോൾ പാർവതിബായി 1817 നടപ്പിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇതുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ സൗജന്യവും സാർവത്രികവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ്. ഓക്കെ, തിരുവിതാംകൂർ കൊച്ചി യൂണിയൻ്റെ ആദ്യ രാജപ്രമുഖൻ എന്നുള്ളതും കറക്റ്റാണ്. മിടുക്കനായ സംഗീത സംവിധായകൻ എന്നുള്ളതൊന്നുമില്ല. സ്വാതി തിരുനാളാണ് അല്ലേ സംഗീതത്തൊക്കെ ഒരുപാട് ആസ്വദിച്ചിരുന്ന വ്യക്തി. സംസ്ഥാനത്ത് ആദ്യ സെൻസസ് നടത്തി എന്നുള്ളതും ചിത്തിര തിരുനാളിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ളതല്ല. 1, 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് ഉള്ളത്. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ ഏതാണ്? വൈകുണ്ഠസ്വാമികൾ റേസ്ഡ് വോയിസ് അഗെയിൻസ്റ്റ് ഊഴിയം വേലയ്ക്കെതിരെ സൗണ്ട് ഉയർത്തിയ നേതാവാണ്, നവോത്ഥാന നേതാവാണ് വൈകുണ്ഠസ്വാമികൾ. A ആണ് 3. ഇനി അയ്യങ്കാളി ഏതാണ്? അയ്യങ്കാളിയാണ് ചാലിയം സ്ട്രീറ്റ് റൈറ്റ് നടത്തിയത്. ചാലിയം സ്ട്രീറ്റ് റൈറ്റ് അയ്യങ്കാളി. VT ഭട്ടതിരിപ്പാട് എഡിറ്റർ ഓഫ് പശുപാദത്തിൻ്റെ എഡിറ്ററാണ് VT ഭട്ടതിരിപ്പാട്. മാർ കുര്യാക്കോസ് എലിയാസ് ചാവറയച്ചനാണ് ആത്മാനുതാപം എന്ന കൃതി എഴുതിയേക്കുന്നത്. ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ബന്ധമില്ലാത്തത് എന്താണെന്നുള്ളതാണ്. ചേരനെല്ലൂർ എറണാകുളത്തെ ചേരനെല്ലൂരിലാണ് ജനിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ PSCക്ക് ഒരു ടെൻഡൻസി ഉള്ളത് ആൾക്കാരെ ജനിച്ച ഓർഡറിലൊക്കെ ആരാണ് ആദ്യം ജനിച്ചത് എന്ന ഓർഡറിലൊക്കെ നവോത്ഥാന നായകന്മാരെ ഓർഡർ ചെയ്യാനൊക്കെ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജനിച്ചിട്ടുള്ളതിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ, ആരാണ് നവോത്ഥാന നായകൻ ആദ്യം ജനിച്ചിട്ടുള്ളത് എന്നുള്ളൊരു ഏകദേശ ധാരണ, എല്ലാവരുടെയും കൊല്ലമൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു ഓർഡറിലൊക്കെ എഴുതാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ഹി വാസ് ദി ഫൗണ്ടർ ഓഫ് ട്രാവൻകൂർ പുലയ മഹാസഭ ഇൻ 1913. അവിടെ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? എറണാകുളംകാരായിട്ടുള്ള പണ്ഡിറ്റ് കറുപ്പൻ ട്രാവൻകൂർ പുലയ മഹാസഭ സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം കൊച്ചി പുലയ മഹാസഭയാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് ഹീസ് ദി ഓഥർ ഓഫ് ജാതിക്കുമ്മി, എ മലയാളം കോമ്പോസിഷൻ ക്രിട്ടിസൈസിങ് കാസ്റ്റ് സിസ്റ്റം. ജാതിക്കുമ്മി ഇമ്പോർട്ടൻ്റ് ആണ്, പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്. 25 ഹി വാസ് നോമിനേറ്റഡ് ടു കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഡൗൺ ട്രോഡൻ സെക്ഷൻ. അപ്പോൾ നമ്മൾ ആലോചിക്കുക, പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മദേശം എന്തായാലും പഠിക്കുക, ചേരനെല്ലൂർ എറണാകുളമാണ്. അപ്പോൾ അത് തന്നെ അറിയുകയാണെങ്കിൽ നമുക്ക് കൊച്ചിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പണ്ഡിറ്റ് കറുപ്പന് വരുള്ളൂ. അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? 1925. ശ്രീ അയ്യങ്കാളിയുടെ ജന്മദേശം എവിടെയാണ്? വെങ്ങാനൂരാണ്. എല്ലാവരുടെയും ജന്മദേശം ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട ഭരണാധികാരി ആർക്കാണ് സമർപ്പിക്കപ്പെട്ടത്? ശ്രീമൂലം തിരുനാളിനാണ് അല്ലേ? ശ്രീമൂലം തിരുനാളിനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് K രാമകൃഷ്ണപിള്ള പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ വക്കം അബ്ദുൽ ഖാദർ മൗലവി. നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഡിഗ്രി ലെവലിൽ തന്നെ കണ്ടോ, സിമ്പിൾ ആയിട്ടുള്ളതും ചോദിക്കാറുണ്ട്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പേരു നൽകിയിട്ടുള്ളവയിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നേതാവ്? പള്ളിക്കൽ അബൂബക്കർ, മഠത്തിൽ അപ്പു, പൊടേര കുഞ്ഞമ്പു നായർ, സി കൃഷ്ണൻ നായർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ഏവ എന്നുള്ളതാണ്.
ഈ ക്വസ്റ്റ്യൻ എനിക്കിനി റിവൈസ്ഡ് കീഴിൽ എന്തെങ്കിലും ഡിലീഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എനിക്കൊരു ഡൗട്ട് തോന്നിയത് കുളച്ചൽ യുദ്ധം എന്തായാലും ഡച്ചുകാരുമായിട്ട് നടന്നിട്ടുള്ളതാണ്. കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമായിട്ട് നടന്നിട്ടുള്ളതാണ്. ഇപ്പം കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്കിത് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് ഓപ്ഷനിൽ വരുമോയെന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാം. എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. മേ ബി ഇവർ ഉദ്ദേശിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങൾ എന്നായിരിക്കാം. സോ എന്തായാലും ഇതിൻ്റെ ആൻസർ കൊടുത്തത് കുഞ്ഞാലി മരക്കാരുടെ പോരാട്ടങ്ങൾ നമുക്കറിയാം പോർച്ചുഗീസുകാർ തമ്മിലായിരുന്നു പ്രശ്നം. സോ അവിടെ ബ്രിട്ടീഷുകാർക്ക് എതിരെയല്ല, ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ളത്. സോ അങ്ങനെ ഒരു ആശയത്തിൽ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 1921 ഒറ്റപ്പാലത്ത് വെച്ച്, അപ്പം 3 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഒറ്റപ്പാലത്ത് വെച്ച് 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു എന്നുള്ളത് കറക്റ്റാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു, അതും കറക്റ്റാണ്. അഗസ്തീശ്വരം, കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അഗസ്തീശ്വരം എന്ന് പറയുമ്പോൾ മദിരാശിക്ക് വിട്ടുകൊടുത്ത പ്രദേശമാണ്. കാസർഗോഡും ഹോസ്ദുർഗുമാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത്. സോ ഇവിടെ 3-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു 2-ാം ബുദ്ധൻ എന്നറിയപ്പെട്ടു. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം. അത് തെറ്റാണ്. 1909 ഗുരു ശിവഗിരിയിൽ ശാരദ മഠം സ്ഥാപിച്ചു. ഇതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് ഉള്ളത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏതാണ്? ക്ഷേത്ര പ്രവേശന വിളംബരം ആണ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഈ PDF-ൻ്റെ കേരള ഹിസ്റ്ററി 2023 ചോദിച്ച ചോദ്യങ്ങൾ ഒരുവിധം അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിനെ കാലക്രമത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പുറത്തിറങ്ങി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥയിലുള്ള സ്വദേശാഭിമാനി പത്രം നിലവിൽ വന്നു. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. മലയാളി മെമ്മോറിയൽ എന്ന മെമ്മോറാണ്ടം തിരുവിതാംകൂർ രാജാവിനെ സമർപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ ഏത് വർഷമാണ്? ഇതിൽ ഏതാണ് ആദ്യം നടന്നിട്ടുള്ളത്? ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ളതാണ് അല്ലേ? അതാണ് ആദ്യം നടന്നേക്കുന്നത്. മലയാളി മെമ്മോറിയലാണ്. പിന്നീട് നടന്നേക്കുന്നത് 3, 4. അത് കഴിഞ്ഞിട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്വദേശാഭിമാനി വന്നു. അതിനുശേഷമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 3, 4, 2, 1 എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. സോ നമ്മൾ ഹിസ്റ്ററിയിലത്തെ ക്വസ്റ്റ്യൻസ് ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും 2023 LGS ലെവലും LDC ലെവലും ഡിഗ്രി ലെവലും ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എന്തൊക്കെയാണ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. നവോത്ഥാന നായകന്മാർ, അവർ സ്ഥാപിച്ച സംഘടനകൾ, അവർ ജനിച്ച സ്ഥലങ്ങൾ, അവർ നടത്തിയിട്ടുള്ള ഈ മിശ്രഭോജനം അങ്ങനത്തെ അത്, പിന്നെ ഓരോ ജാഥകൾ, പട്ടിണി ജാഥ, യുദ്ധവിരുദ്ധ ജാഥ, ഇതൊക്കെ കൺഫ്യൂസിങ് ഫാക്ടേഴ്സുമാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ നവോത്ഥാന നായകരുടെ പ്രധാന കൃതികൾ, ഇതൊക്കെയാണ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത്. നമ്മൾ ഒരു കാലത്തും ഒരു കാരണവശാലും മിസ് ചെയ്യാനായിട്ട് പാടില്ല. ബാക്കി ഫാക്റ്റുകളുണ്ട്, അതിൻ്റെ സോഴ്സസിനൊക്കെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി ഏത് PYQ സീരീസാണ്, എന്തൊക്കെ ക്ലാസ്സുകളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.